നമ്മളെല്ലാം മലയാളികൾ എന്നും ആരാധിക്കുന്ന ഓർക്കുന്ന വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ വിദ്യാർത്ഥികളോട് ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 4 വരിയാണ് ഒരു കവിതയിലകത്തുള്ള 4 വരി. മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ വിദ്യാർത്ഥികളെ വിളിക്കുക. മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിന്റെ മധുര സ്വപ്നങ്ങളാണ് വിദ്യാർത്ഥികൾ. നീതിശാസ്ത്രങ്ങൾ തിരുത്തി കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുലങ്ങൾ. തെറ്റായ സാമൂഹ്യ വ്യവസ്ഥ, സാമൂഹ്യ നീതി, തെറ്റായ നിയമങ്ങൾ ഇതൊക്കെ തിരുത്തി എഴുതണം. മാറ്റുവിൻ ചട്ടങ്ങളിൽ കുമാരനാശൻ പറഞ്ഞല്ലേ, ഈ ചട്ടങ്ങളൊക്കെ മാറ്റണം, ഈ നീതിശാസ്ത്രങ്ങൾ മാറണം. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും തുല്യാവകാശം, തുല്യമായി ജീവിക്കാനുള്ള അവകാശം, തുല്യമായി ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, തുല്യമായി വൈദ്യശാസ്ത്രത്തിൽ പരിചരണം കിട്ടാനുള്ള അവകാശം, പഠിക്കാനുള്ള അവകാശം. പണക്കാരിലൊന്നും പാവപ്പെട്ടവർക്ക് വ്യത്യാസമില്ലാതെ സർക്കാർ പഠിപ്പിക്കണം. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കൊടുക്കണം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വരുന്നതിന് മുമ്പ് ഞാനൊരു മരണ വീട്ടിൽ പോയി. അവിടെ പടഞ്ഞവഴി പടിഞ്ഞാറ് കടലിന്റെ തീരത്തൊരു അമ്മ മരിച്ചു. അവർക്ക് രക്തം ക്ലോട്ട് ചെയ്യുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അത് വേണ്ടത്ര വകവെക്കാതെ അവർ കൂട്ടുകാരികളുമായിട്ട് ബന്ധുക്കളുമായിട്ട് ഗുരുവായൂരിൽ പോയി ദർശനമൊക്കെ നടത്തി. അവിടെ കുറെ നേരം നിൽക്കണമല്ലോ, അതെന്താണ്. തിരിച്ചു വരുമ്പോൾ അവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ടായി. കൂടെയുള്ളവരാരും അറിഞ്ഞില്ല. അവരൊക്കെ മയങ്ങി കിടക്കുകയായിരുന്നു. ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇവിടെ കൊണ്ടുവന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 മണിക്കൂർ നേരം അവരുടെ ബോഡി എടുക്കാൻ ആരും ഉണ്ടായില്ല. ആ ഹോസ്പിറ്റലിനകത്ത് അവിടെ ചികിത്സിക്കേണ്ട വാർഡിലൊക്കെ ഒരു മനുഷ്യനുണ്ടായില്ല ഈ മെഡിക്കൽ കോളേജിൽ. അപ്പോഴത്തേക്ക് അവർ മരിച്ചു. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ 3 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടും. 3 മണിക്കൂറൊക്കെ എപ്പോഴേ കഴിഞ്ഞു, കാരണം അവിടുത്തെ കൊണ്ടുവരണം. അവസാനം പോലീസ് വന്നു അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞു മര്യാദയ്ക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ജീവനക്കാർ കൊണ്ടുപോയത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ പോലീസ് കൂടി ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥിതിയാണെങ്കിൽ എന്ത് ചികിത്സ എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഈ മെഡിക്കൽ കോളേജ് നടക്കുന്നത്? അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഈ സാധാരണ ജീവനക്കാർ പറയും, ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, മരിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകണം. അവർ തന്നെ പറയുകയാണ്. ഞാനും കെ സി വേണുഗോപാലും കൂടി ഒരു 3 ആഴ്ച മുമ്പ് അവിടെ ഒരു മീറ്റിംഗ് നടത്തി. കളക്ടർ ഉണ്ടായിരുന്നു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കോമ്പൗണ്ടിലെല്ലാം അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഷെഡും വെച്ച് കൊടിയും ഇരിക്കുക. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ അന്നദാനം കൊടുക്കുകയാണ്. കാരണം ഗവൺമെന്റ് ജോലിയല്ല. ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്, എന്നിട്ട് അവിടെ കൊടിയും കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റില്ല. പാർട്ടിയിൽപ്പെട്ട മനുഷ്യന് വരാം, അവിടെ പാർട്ടി കളിക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. ഒരാഴ്ചക്ക് മുമ്പ് ഉണ്ടാകുന്ന ഏതോ ഒരു സംഘടന സേവാഭാരതി അവിടെ ഒരു ഷെഡും കെട്ടി അവർ കൊടുക്കുകയാണ്. ഈ തീരുമാനത്തിന് ശേഷം സൂപ്രണ്ടിനെ ഞാൻ വിളിച്ച് എന്തായി കാണിക്കുന്നത്? അത് കലക്ടർ പറഞ്ഞപ്പോൾ കലക്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് പഠനം തന്നെ തീരുമാനിച്ചത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവുമോ? ആരെങ്കിലും വിചാരിച്ചാൽ നന്നാവുമോ? കലക്ടറാണ് ചെയർമാൻ, അവിടുത്തെ വികസന സമിതിയാണ്. അവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഇതൊക്കെ മാറ്റേണ്ടത് വയലാർ പറഞ്ഞതുപോലെ നീതിശാസ്ത്രങ്ങൾ തിരുത്തി കുറിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ മിടുക്കനെ അഭിനന്ദിക്കുന്നത് ഈ നാടിന് വേണ്ടി സാമൂഹ്യ നീതി ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കുറച്ച് മിടുക്കാൻ വരാൻ വേണ്ടി മാത്രമല്ല, അത് വേണം. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. സാമൂഹ്യ നീതി ഇവിടെ ഉറപ്പാക്കണം. സാമൂഹ്യ നീതി ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ സാമൂഹ്യ നീതി എവിടെയാണ് നടപ്പിലാവുന്നത്? ഭരണഘടനാപരമായി പറയുന്ന സംവരണമോ കാര്യങ്ങളോ ഉള്ളതല്ലാതെ സാമൂഹ്യ നീതി സ്വയമേ നടപ്പാക്കാനുള്ള സംസ്കാരം നമുക്ക് ഉണ്ടായിട്ടില്ല. മലയാളികൾ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. കുട്ടികളെയൊക്കെ പഴയ ചിന്താഗതികളൊക്കെ തടച്ചിടാതെ നവീനമായ ചിന്തകളിലൂടെ അവർ ലോകത്തെപ്പറ്റി മനസ്സിലാക്കി അവർ മുന്നേറണം. അവരെ തടയരുതെന്നുള്ളതാണ്. മനുഷ്യത്വത്തോടുകൂടി വളരാനുള്ള ഒരു തലമുറയെ നാം വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.